ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപ്പണിയെപ്പോലെയും വരും എന്നുള്ള ചിന്തയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ ദരിദ്രനാക്കി തീർക്കുന്ന, മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാത്ത നിലകളിൽ അവൻ കഷ്ടതകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിൻ്റെ പിന്നിലെ അതിപ്രധാനമായ 3 ഘടകങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ലോകരാജ്യങ്ങൾ മുഴുവനും ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ മിശ്രൈമിൽ മാത്രം യാതൊരു ദാരിദ്ര്യവുമില്ലാതെ ഒരു സമൃദ്ധിയുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ചുള്ള ചരിത്രം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അവിടെ രാജാവ് കണ്ടതായ സ്വപ്നവും ആ സ്വപ്നത്തെ യോസേപ്പ് വ്യാഖ്യാനിച്ചതും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന 7 വർഷത്തെ സമൃദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുൻപിൽ വരുവാൻ പോകുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് ആഴമായി കാഴ്ചപ്പാടുണ്ടായിരുന്നതുകൊണ്ട് ധാരാളമുണ്ടായതായ ധാന്യങ്ങൾ ഉപയോഗം ചെയ്യാതെ കണ്ട് അതിനെ സംഭരിച്ച് വയ്ക്കുവാനിടയായി തീർന്നു. മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ മിശ്രൈമിൽ മാത്രം സമൃദ്ധിയുടെ കാലമായിരുന്നു. എന്തിനു വേണ്ടിയാണ് മിശ്രൈം ഒഴികെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ക്ഷാമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിൻ്റെ അറിവോടും ദൈവത്തിൻ്റെ പ്രവൃത്തിയായും ദൈവത്തിൻ്റെ ഒരു പ്രവചന നിവൃത്തിയുടെ ഭാഗമായുള്ള പ്രവൃത്തിയുമായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ചരിത്രമെന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള 11-ാമത്തെ ഒക്കെ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്നതായ നന്മയെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്രായേൽ മക്കൾ നന്നായിട്ട് പാടങ്ങൾ ഒരുക്കിയെടുത്ത് അതിൽ വിതയ്ക്കുകയും കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ അവർ ചക്ക കുഴിച്ചിട്ട് കൊയ്യുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ശത്രു രാജ്യങ്ങൾ വന്ന് അവർ കൊയ്തെടുക്കേണ്ടുന്ന അവരുടെ നന്മകളെല്ലാം കൊയ്തു കൊണ്ടുപോയിട്ട് അവർ വളരെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു രണ്ടാമത്തെ പശ്ചാത്തലം കാണുവാൻ കഴിയുന്നുണ്ട്. അത് ശത്രു അപഹരിക്ക കൊണ്ടാണ് ഇവർ വളരെ ദാരിദ്ര്യാനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ മറ്റൊരു മേഖലയാണ്. എന്നാൽ മൂന്നാമത് ഒരു മേഖലയുണ്ട്. ആ മേഖലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിനകത്താണ്. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ, സ്വയം സൂക്ഷിക്കാത്തതുകൊണ്ട്, അശ്രദ്ധാലുക്കളാകൊണ്ട് താൻ രാവിലെ മുതൽ പണിയെടുത്തതായ ആ അധ്വാനത്തിന് ശേഷമായി കൂലി വാങ്ങുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ജന്മി ആ ദാസന് കൂലി കൊടുത്തു. ആ കൂലി തൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചിയിലേക്ക് ഇട്ടുകൊണ്ട് താൻ വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആ കിട്ടിയതായ കൂലിയൊന്നും സഞ്ചിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ആ സഞ്ചി ഓട്ടസഞ്ചി ആയിരുന്നു എന്നാണ് 1:6 ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ അശ്രദ്ധ നിമിത്തമാണ്, സ്വന്തം അശ്രദ്ധ തൻ്റെ ജീവിതത്തിലെ നന്മകൾ ശൂന്യതയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വാക്കുകളാണ് ഇവിടെ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നതും അതിനോട് സമാന്തരമായിട്ടുള്ള പദമാണ്. മടിയന്മാരായ, ഉറക്കത്തിനു മാത്രം കൊതിയന്മാരായ ഒരു കൂട്ടം ആളുകൾ, അധ്വാനശീലമില്ലാത്തവരായി അവർ കൂടെ കിടന്നുറങ്ങുകയും ആ തലത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവർ ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്നു
എന്ന് വളരെ ഗൗരവമായുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ മടിയന്മാരായി, അലസന്മാരായി, അധ്വാനശീലമില്ലാത്തവരായി നാം ദാരിദ്ര്യത്തിലേക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് കടന്നു പോകാതിരിക്കേണ്ടതിന് നാം ഉത്സാഹികളായി പ്രാർത്ഥനയിൽ, അധ്വാനത്തിൽ ജീവിതം മുൻപോട്ട് കഴിപ്പാനൊരുങ്ങാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ഉറങ്ങി ദരിദ്രരായി തീരുകയല്ല, ഞങ്ങൾ അധ്വാനിച്ച് സമ്പന്നരായി തീരുവാൻ, ഞങ്ങൾ ദൈവത്തോടുകൂടെ വസിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവവചന ചിന്ത കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.